ഹലോ, എൻ്റെ പേര് ഫാത്തിമ ഫർഹാന. എൻ്റെ സ്ഥലം കോഴിക്കോടാണ്. എൻ്റെ സ്കോർ 643, കേരള റാങ്ക് 756 ആയിരുന്നു. ഇപ്പൊ ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂരിൽ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. ഇനിയിപ്പോ എക്സാമിന് 1 മാസം കൂടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫേസ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം റിവിഷൻ ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. ഓൾസോ മാക്സിമം ക്വസ്റ്റ്യൻസിന് എക്സ്പോഷർ വേണം. പിന്നെ ടൈം മാനേജ്മെന്റ്, അത് ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പല കുട്ടികളും കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയിരിക്കും, എക്സാംസിന് ക്വസ്റ്റ്യൻസ് എല്ലാം കുറെ ചെയ്ത് പഠിച്ചതായിരിക്കും. പക്ഷെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, പേടി കാരണോ അല്ലെങ്കിൽ ആ ഒരു പ്രഷറായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കാരണോ. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മളിത് കണ്ടതാണ്, ഇതിനേക്കാളും ടഫ് ഞാൻ കണ്ടതാണെന്നുള്ളൊരു മൈൻഡ് നമുക്കുണ്ടാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതെല്ലാം കൂടെ മാനേജ് ചെയ്ത് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ നീറ്റ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡാണ് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു ഫുൾ ടോപ്പിക്കിന്റെ റിവിഷനാണ് നമുക്ക് കിട്ടുക. അതിലൂടെ ഇപ്പം നമ്മൾ പഠിച്ചില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയണതുണ്ടാവും, കുറെ ക്വസ്റ്റ്യൻസ് മറന്നു പോയതുണ്ടാവും. അപ്പം എക്സാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മാർക്ക് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മുടെ ആ സ്പെസിഫിക് പോർഷൻസിൽ പോയിട്ട് അത് റിവൈസ് ചെയ്യാം.